സാർ ഫോൺ. ഐ എം ബിസി. റസൽ ബായുടെ ഫോണാണ്. ഇന്നത്തോടെ നിന്റെ കളിയെല്ലാം അവസാനിപ്പിച്ചു. മുംബൈയിൽ ഒരു പുതിയ ഓഫീസർ വന്നിട്ടുണ്ട്. നിന്നെയും നിന്റെ തന്തയെയും ഓടിച്ചിട്ട് കൊല്ലുവാണ്. അവരെന്നെ എന്ത് ചെയ്യാനടാ? ഞാൻ എന്റെ ഡാഡിയെ പോലെയല്ല. ഞാൻ മനസ്സ് വെച്ച നിന്നെയും ആ സ്പെഷ്യൽ ഓഫീസറെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞയച്ചിരിക്കും. I am Abhimanyu appointed as a special officer. നിന്നോടും നിന്റെ അച്ഛനോടുമായിട്ട് ഞാൻ പറയുകയാണ്, ഇതുവരെ നീ ചെയ്തതെല്ലാം ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. ഇതോടെ ഈ ബിസിനസ് എല്ലാം വിട്ടിട്ട് ഉടനെ മുംബൈ സിറ്റി വിട്ടു പോയിക്കൊള്ളണം. പറഞ്ഞത് മനസ്സിലായോ? ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. സ്വാമി, എനിക്ക് കഷ്ടപ്പാട് വന്നപ്പോഴൊക്കെ നീ സഹായത്തിനെത്തി. ഇനിയും എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നീ തന്നെ എന്നെ സഹായിക്കണം. വളയെറിഞ്ഞപ്പോ വളകിലുക്കിയ ചന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. നമസ്കാരമുണ്ട്. പുക ഭരിച്ചെടുത്ത് തന്നിട്ട് കാശുകൂടെ? അതിനല്ല, നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. സാമ്പ്രാണി മൊൽ, എന്റെ അല്ലാവിന്റെ അനുഗ്രഹത്താൽ ചോദിക്കുന്നവർക്കെല്ലാം സഹായങ്ങള് ചെയ്തു കൊടുക്കുന്നവനാണ്. എന്റെ പേര് രാമൻ. ഞാനൊരു നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. അതിലെനിക്കൊരു മുസ്ലിം ക്യാരക്ടറാ. ഓ അതെയോ? എന്നാ എങ്ങനെയൊക്കെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കുറച്ചെനിക്ക് പറഞ്ഞു തരാം. നല്ലോണം കറക്കാൻ പറ്റിയ പയ്യാണ്. നല്ലോണം പിയ്യണം. നിനക്ക് എന്താ വേണ്ട എല്ലാം ഞാൻ പഠിപ്പിച്ചുതരാം. അതിന് നീ എനിക്ക് 1000 ഉറുപ്പിക തരണം. ശരിയാ ചക്ക? ഓക്കെ. എന്നാ കേട്ടോളി. നമ്മൾ പറഞ്ഞല്ലോ, മനസ്സിലായ? ഞാൻ ഓതിയ പോലെ എല്ലാം പഠിച്ചു പറഞ്ഞാല് ബെസ്റ്റ് ആക്ടർ നിനക്ക് തന്നെ ചക്ക. സുബനല്ല. 1000 ഉറുപ്പിക ഇങ്ങോട്ട് പോരട്ടെ. താങ്ക് യു. ബിരിയാണി കഴിച്ചു കേട്ടോ. നിക്ക് എന്താ ഇപ്പൊ തന്നെ? എന്താ ഇത്?
1 അല്ല, 1000 ഉറുപ്പ്യ വേണം. എന്താ ഈ പറയുന്നേ? 50 പൈസയുടെ സാമ്പ്രാണിക്ക് 1000 രൂപയോ? പുക പിടിച്ചതിനല്ല കേട്ടോ, സഹായം ചെയ്തതിനാ. അല്ല, ഈ കാര്യത്തിന് 1000 രൂപ എങ്ങനെയാ വന്നത്? 1000 ഉറുപ്പ്യ നീ പറഞ്ഞല്ലേടാ. ഓ, എനിക്ക് നേരെ കാര്യം പറഞ്ഞാലേ അറിയൂ. മലബാർ ഭാഷ അറിയില്ല, സോറിയേ. ഏയ്, നീ എന്താ കഥ പറയാ? ശരി, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നതിന് പകരം നിങ്ങൾക്ക് ഞാൻ ഞങ്ങളുടെ മന്ത്രങ്ങൾക്ക് പറഞ്ഞു തരാം, പോരെ? മിണ്ടണ്ട. എന്താ മന്ത്രം പറഞ്ഞ് കുതന്ത്രം ചെയ്യാനാ? കായെടുക്കിങ്ങോട്ട്, ഇല്ലെങ്കിൽ ഈ സാമ്പ്രാണി പോലെ ആരാന്ന് കാണിച്ചു തരാം. നീ ആരെയും പേടിപ്പിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, എന്നോട് കളിച്ച മന്ത്രം ചൊല്ലി ഞൊണ്ടിക്കുറുക്കനാക്കി കളയും ഞാൻ, കേട്ടോ? സാമ്പ്രാണി മൊല്ല മന്ത്രം ചൊല്ലി എനിക്ക് എന്തെങ്കിലും പറ്റിയാണ്ടല്ലോ, നീ ഞാൻ കടിച്ചു കൊന്നു കളയും ഞാൻ. വേണ്ടാത്ത വർത്താനം പറഞ്ഞോണ്ടല്ലോ. നീ വേണ്ടാത്ത വർത്താനം പറയണ്ട. ചെട്ടിയെ പൊട്ടൻ ജയിച്ച പൊട്ടൻ ദൈവം ചെയ്യും. ഓഹോ, ഇപ്പൊ ആരാ ചെട്ടിയെ ചതിച്ചേ? പോടാ. നീ പോടാ, നീ നിന്നോട് പൂശാൻ താടിയും. ഏയ്, നിക്ക്, നിന്നോടൊരു കാര്യം പറയാണ്ട്. ഞാൻ പോണ്ടേന് വരും, നീയാണോ പോണേ? എടാ തെണ്ടി, ഈ സാമ്പ്രാണി പോലെ നിന്നെ എടുത്തോളാടാ. നിന്നെ കൊണ്ട് ഉപ്പ് മാത്രമല്ല, ഉപ്പ് ചാക്കും കൂടി എടുപ്പിക്കൂടെ ഞാൻ. ഉപ്പ് ചാക്ക് ഉടനെ നീ കാലിയാകൂടാ. മുംതാസ്, സ്കൂളിൽ പോകാൻ സമയായില്ലേ? ഈ ഡ്രോയിങ് സൂപ്പർ ആയിട്ടുണ്ടല്ലോ. എന്താ മോളെ നീ നോക്കുന്നേ? മമ്മി, ആൻറ്റി നന്നായിട്ട് പടം വരച്ചിട്ടുണ്ടല്ലോ. എന്താ ഇതൊക്കെ? ആന്റിയുടെ ഡ്രോയിങ് ബുക്ക് നന്നായിട്ടുണ്ടല്ലോ. നിനക്ക് സ്കൂളിന് സമയപ്പോ? ഇതെന്താ സുഹന നീ വരച്ചു വെച്ചിരിക്കുന്നേ? എന്റെ സ്വപ്ന ചേട്ടത്തി, നമ്മുടെ മതത്തിന്റെ നിയമങ്ങളൊക്കെ നിനക്ക് അറിയോ ഇല്ലയോ? നമ്മുടെ മുഖം മറ്റാരും കാണാൻ പാടില്ല എന്ന് പറയുന്ന മതം നമ്മുടെ മതത്തിന് നിന്റെ സ്വപ്നമൊന്നും നടക്കില്ല. നമ്മുടെ ആചാരങ്ങളൊക്കെ നീ അനുസരിക്കണം. അനുഭവം കൊണ്ടാ ഞാൻ ഈ പറയുന്നത്, മനസ്സിലാക്ക്. പിന്നെ നിന്റെ ഇഷ്ടം. ചരക്ക് ബോംബെയിലെത്തിയോ? എത്തിച്ചു ബായ്. അഷ്റഫിനെ ഫോൺ ചെയ്യും. ശരി ബായ്. അത് കിട്ടിയ ഉടനെ എന്നെ വിളിക്കാൻ പറയും. ശരി. എന്റെ പെങ്ങളെ ആവശ്യമില്ലാതെ ആരെങ്കിലും നോക്കിയാൽ അവന്റെ തല ഞാൻ തല്ലിപ്പൊട്ടിക്കും. ഭാഷാഭായ്, ടിഫിൻ റെഡിയാണോ? എന്താ ഇത്? കോഴിക്കാല് കണ്ടിട്ട് മൂക്ക് പിടിക്കണത് മുമ്പ് കണ്ടിട്ടില്ലേ? അതല്ല ഭാഷാഭായ്, ഇന്നലെ രാത്രി വയററിയാതെ അടുക്കളയിൽ നിന്ന് കുറേ ബിരിയാണി കഴിച്ചു. തിന്നപ്പോ അത് വിചാരിച്ചില്ല, എന്നത് വയറിന് പിടിച്ചില്ല. ഇതല്ലാതെ വേറെ എന്തെങ്കിലും? വേറെ എന്താ വേണ്ടത്? അതെ ഭാഷാഭായ്, ഇഡ്ഡലി, വട, പൊങ്കൽ, പൂരി, ദോശ, ഉത്തപ്പം, അങ്ങനെ എന്തെങ്കിലും. ഇപ്പോഴല്ലേ ദഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്? അതെന്താന്ന് വെച്ചാ ബോഡി നല്ല ചൂടായിരുന്നു. ചോറോ തൈരോ അങ്ങനെ എന്തെങ്കിലും? ഇരിക്കുക, നോക്കട്ടെ. ഇത് കൊള്ളാം. ഒരു മൂത്ത കാന്താരിമുളക് കൂടെ കിട്ടിയായിരുന്നെങ്കിൽ. തരാം. സാമ്പാറോ മറ്റോ വേണോ കുട്ടാ? നിന്റെ ഷർട്ട് നല്ല ഭംഗിയുണ്ട്. സൂപ്പർ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ. നിന്റെ പൂണൂൽ അതിലും നന്നായിട്ടുണ്ട്. ഷോക്കായോ കള്ള? ആദ്യം കഴിക്ക്, ബാക്കിയെല്ലാം പിന്നെ സംസാരിക്കാം. നിന്റെ പേരെന്താ? രാമാചാരി. രാമചാരി റഹീമായത് എങ്ങനെയെന്ന് അറിയണമല്ലോ. ഏകദേശം ഒരു 5 ലക്ഷം രൂപ വരും. അപ്പൊ ഈ ജോലി നിനക്ക് വളരെ വളരെ ആവശ്യമാ. ഓക്കെ, എനിക്ക് നിന്റെ ഈ ബുദ്ധിമുട്ട് ആവശ്യമാ. അതെന്താ മാഡം? ഒന്നുമില്ലെന്നേ. സമയം വരുമ്പോ ഞാൻ തന്നെ പറയാം. എനിക്ക് നെക്സ്റ്റ് വീക്ക് ബോംബെയിൽ വെച്ചൊരു ഇന്റർവ്യൂ ഉണ്ട്. അതെങ്ങാ ശരിയായ പിന്നെ എനിക്ക് ആരുടെ സഹായം വേണ്ട. ഞാൻ തന്നെ മൊത്തമായിട്ട് മാറിപ്പോ. നിന്നെ പറ്റിയൊന്നും
ഞാൻ വീട്ടില് പറയാൻ പോകുന്നില്ല. എന്നാ ഒരു കണ്ടീഷനുണ്ട്. എനിക്ക് കുറച്ച് ഡ്രീംസ് ഉണ്ട്. അതൊക്കെ സാധിച്ചെടുക്കാൻ എനിക്ക് നിന്റെ സഹായം വേണം. ഹാ, വേണമെങ്കിൽ നിന്റെ ആശുപത്രിയിലെ ചെലവ് പോലും ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാവട്ടെ മാഡം. ഹാ, പിന്നെ ഒരു കാര്യം, നീ ഹിന്ദു ആണെന്നെങ്ങാനും എന്റെ ഇക്കറിഞ്ഞ് കൊന്നു കളയും നിന്നെ. ബി കെയർഫുൾ. ഏയ്, ഈ വണ്ടി ഒന്ന് തുടയ്ക്ക്. എന്താടാ നോക്കുന്നേ? തുണി എടുത്തിട്ട് വരാം സർ. ഷർട്ടില്ലേ? തുടയ്ക്ക്. ശരി, ഞാൻ വിളിക്കാം. തീർന്നു സർ. കായലരികത്ത് ബലയെറിഞ്ഞപ്പോ ബളക്കിലിക്ക. എടാ കള്ള, ഇവൻ എന്നെ പറ്റിച്ച് സ്റ്റേജിന് വേണ്ടിയല്ല, എന്റെ റഷീദ് ഭായ് വീട്ടിലേക്കാ. പറഞ്ഞു തരാടാ എന്റെ 1000 ഉറുപ്പ്യ. എന്റെ ഈശ്വര, ഈ പൂശാന്താടിക്കാരൻ ഇവിടെ എത്തിയോ? ആ കാറ് മൊയിലാളി രാമനെ ഇങ്ങോട്ട് വിളിക്കും. കാർ ഓണർ രാമല്ല, റഹീം. അവൻ വെറും ഡ്രൈവർ, ഓർഡർ അല്ലേ. അയാള് രാമനാടാ. അല്ല, റഹീം. അവൻ രാമനാ. റഹീം. ഞാൻ ഇവനെന്തായി പറയണത്? എടാ, നീ ഇവിടെ എത്തിയില്ലേ? ഞാൻ നിങ്ങൾക്ക് ഒരു 1000 രൂപ തരാനില്ലേ? അത് തരണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എടുത്തോ. 1000 രൂപ ഉള്ളില്ലേ? അതേ, നിനക്ക് വേണ്ടിട്ട് 10 ദിവസം അലഞ്ഞതാ. അതുകൊണ്ട് ഒരു 10000 ഇങ്ങോട്ട് പോരെ. 10,000 രൂപയോ? ഈ 1000 രൂപ കൂടാതെ ഒരു നയാ പൈസ എന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. അങ്ങനെയാ? എങ്കിലേ നീ റഹീമല്ലാന്നറിഞ്ഞ എന്റെ റഷീദ് ഭായി നിന്നെ 10 കണ്ടമാക്കും. 10 കണ്ടം അറിയാവോ? ഇവിടെ നിക്കേ, ഞാൻ പോയിട്ട് എടുത്തോണ്ട് വരാം. നല്ല കുട്ടി. പോയിച്ചു വാ. എടാ, സാമ്പ്രാണി മൊല്ലയുടെ അടുത്താ നിന്റെ കളി. വാടാ. സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്താ ഇത് നടക്കുമ്പോ വയ്യപ്പുറത്ത് കിട്ടുന്ന ആടിന്ന്? കണ്ടുപിടിക്കണം. അവിടെ നിന്നെ അവിടെ നിക്കടാ. എനിക്കറിയാവിടാ, നീ ഒരു ആണ് തന്നെയാന്ന് മുറുക്കിയിട്ടിട്ട് നമ്മളെ പറ്റിക്കാന്ന് കരുതിയ. അവിടെ നിക്കടാ. എന്റെ സ്നേഹിത സുഹാനെ കാണാൻ വന്നതാ ഞാൻ. ഈ തെമ്മാടി എന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുവോ? ആണിനെ റേപ്പ് ചെയ്യാൻ ഞാൻ എന്താണ് അത്ര മോശക്കാരനാണോ? ഇത് പെണ്ണല്ല കേട്ടോ, ആണാ. ഒരു പെണ്ണിനെ കയറി പിടിച്ചിട്ട് ആണാണെന്ന് പറയുന്നു. തനിക്കെന്താ മുഖത്തല്ലേ കണ്ണ്? ഇവൻ പെണ്ണല്ല, ആണ് തന്നെ. ആണാണ്. ആണാണ്. പെണ്ണ സുഖാന. എന്തു പറ്റി? നോക്ക് സുഖാന, ഈ തെമ്മാടി എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എന്നെ റേപ്പ് ചെയ്യാൻ വന്നു? മിണ്ടിപ്പോരുത്. എന്നെ കാണാൻ വന്ന എന്റെ സ്നേഹിതയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചല്ലേ? എന്താ നോക്കി നിൽക്കുന്ന എല്ലാരും? ഇയാളെന്ന് പെരുമാറി വിട്ടേക്കും. അയ്യോ, അല്ല, നമ്മൾ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാ? അയ്യോ അല്ലോ. ഇനിയൊരു
ഒരു പ്രാവശ്യം കൂടി ഈ വീട്ടിൽ വന്നാണ്ടല്ലോ മൊത്തമായിട്ടും തെറിച്ചു പോവും. എന്നാ പിടിച്ചോ, പൊക്കോ. എല്ലാവർക്കും പുകയടിക്കുന്ന എനിക്ക് പുകയടിച്ചു വെച്ച് പോകുന്നവൻ കാണിച്ചു തരാടാ. 1000 ഉറുപ്പ്യ